രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ തികച്ചും ജൈവ രീതിയിൽ ഫ്ളാറ്റിനുള്ളിൽ കഞ്ചാവ് തോട്ടം നിർമ്മിച്ച് പരിപാലിച്ചു പോന്ന IT കമ്പനി മാനേജർ ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. ടെക്നോ പാർക്കിലെ പ്രമുഖ IT കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ 26-കാരൻ വിശാലാണ് ശ്രീകാര്യം പോലീസിന്റെ പിടിയിലായത്. പ്രതിമാസം 1.5 ലക്ഷം രൂപയോളം ശമ്പളമുള്ള ഇയാൾ ജോലി കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളിലാണ് ഫ്ളാറ്റിനുള്ളിലെ കഞ്ചാവ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. ലഹരിമരുന്ന് മാഫിയകൾക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശ്രീകാര്യം പോലീസ് വിശാലിന്റെ ഫ്ളാറ്റിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 70ഓളം ചെടികളടങ്ങിയ അത്യാധുനിക കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത്. കടയിൽ നിന്നും വാങ്ങിയ വലിയ ചെടിച്ചട്ടികളിൽ ഗുണമേന്മയുള്ള മണ്ണും കമ്പോസ്റ്റും നിറച്ചായിരുന്നു വിശാലിന്റെ കഞ്ചാവ് കൃഷി. സാധാരണയായി പുറത്തു കാണുന്ന രീതിയിലല്ലാതെ അതിവിദഗ്ധമായാണ് ഫ്ളാറ്റിലെ മുറിക്കുള്ളിൽ ഇയാൾ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. എന്നാൽ ഈ ജൈവ കൃഷി അധികനാൾ സൂക്ഷിക്കാൻ ഇയാൾക്കായില്ല. ഫ്ളാറ്റിൽ സംശയാസ്പദമായ രീതിയിൽ ചെടികൾ വളർത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചതാണ് ഇയാളുടെ കെണിക്ക് കാരണമായത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഫ്ളാറ്റിലെത്തി തെരച്ചിൽ നടത്തിയപ്പോൾ കണ്ടത് വീടിനകത്ത് തഴച്ചു വളരുന്ന കഞ്ചാവ് ചെടികളായിരുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അതിന്റെ കൃഷിയെക്കുറിച്ചും വിചിത്രമായ മറുപടികളാണ് വിശാൽ നൽകിയത്. കൃഷി ചെയ്ത് വിളവെടുക്കുന്ന കഞ്ചാവ് മുഴുവൻ സ്വന്തം ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും പുറത്ത് വിറ്റ് പണമാക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. മൂപ്പെത്താത്ത ചെറിയ കഞ്ചാവ് ചെടികളുടെ ഇലകൾ പറിച്ചെടുത്ത് ചട്നിയുണ്ടാക്കാനും പാലിൽ അരച്ചു ചേർത്ത് കുടിക്കാനുമാണ് ഇയാൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കഞ്ചാവ് ചെടികൾക്ക് കൂടുതൽ മൂപ്പെത്തിയാൽ അത് ഉപയോഗിക്കാറില്ലെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഹരിയാന പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഞ്ചാവിന്റെ ഉപയോഗം സർവ്വസാധാരണമാണെന്നും കേരളത്തിൽ ഇത് ഇത്രത്തോളം വലിയ നിയമപ്രശ്നമാകുമെന്ന് താൻ കരുതിയില്ലെന്നുമാണ് അറസ്റ്റിലായ വിശാൽ പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിൽ ഒളിച്ചോടാൻ ശ്രമിച്ച പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശ്രീകാര്യം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതേസമയം സംസ്ഥാനത്ത് ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികളുമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം പാടെ മാറിയിരിക്കുകയാണെന്നും മയക്കുമരുന്ന് ഉപയോഗം മൂലം ഭയാനകമായ അവസ്ഥയാണ് നിലവിലുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മം നൽകിയതിന്റെ പേരിൽ സ്വന്തം അമ്മയെയും മാതാപിതാക്കളെയും വരെ കൊലപ്പെടുത്തുന്ന ക്രൂരതകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് മയക്കുമരുന്നാണ്. ഈ ലഹരി മാഫിയയെ കേരളത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും കേരള പോലീസിന്റെയും എക്സൈസിന്റെയും കയ്യൊപ്പുള്ള മികച്ചൊരു പദ്ധതിയായി ഇത് മാറണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. IG പുട്ട വിമലാദിത്യയെ ഓപ്പറേഷൻ തൂഫാന്റെ നോഡൽ ഓഫീസറായി നിയമിച്ചുവെന്നും വേദിയിൽ പ്രഖ്യാപിച്ചു.